ഹായ് ഹലോ, എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളം ജൈവവളം എന്ന് പറയുന്നത് ജൈവ സ്ലറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ജീവാമൃതം എന്നാണ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു പേര്. ഇന്ന് അധികം ആളുകളും ചെറുതായ തോതിലെങ്കിലും വീട്ടിൽ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ അതുപോലെ തുടങ്ങുന്നവർക്ക് വേണ്ടി ചെറുതായി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ വലിയൊരു കൃഷിക്കാരിയൊന്നുമല്ല. പിന്നെ അതും വിഷരഹിതമായ പച്ചക്കറികൾ പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് ജൈവ സ്ലറികളും ജൈവ വളങ്ങളും ഒക്കെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജൈവ സ്ലറികൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ജീവാമൃതം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, ചാണകം, ഇത് മൂന്നുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അതായത് ജീവാമൃതം തയ്യാറാക്കാൻ വേണ്ടി ഈ മൂന്നെണ്ണമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം ചെറിയ ഒരു അടുക്കളത്തോട്ടേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളതായി ഞാൻ ഉണ്ടാക്കണേ ഉള്ളൂ, ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഒരു 2 പ്രാവശ്യത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേപ്പും പിണ്ണാക്കാണ് ഇടുന്നത്. ഈ 3 എണ്ണം ഒരേ അളവിലാവണം കേട്ടോ ഇടുന്നത്. വേപ്പിൻ പിണ്ണാക്ക് എന്നത് ഒരു ഉത്തമ ജൈവവളമാണ്. നീം കേക്ക് എന്നും ഒരു പേരുണ്ട്, ഇംഗ്ലീഷിൽ നീം കേക്ക് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. ചെടികളെ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അവയുടെ വളർച്ച വേഗത്തിലാക്കുകയും ചെയ്യുകയാണ് വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ചെടികൾ നടുമ്പോൾ അടിവളമായിട്ട് വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് അത് വെറുതെ തന്നെ ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഓരോ ചെടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് വേണം ഇടാൻ. ചെറിയ ചെടികൾക്ക് കുറഞ്ഞ അളവിലും വലിയ ചെടികൾക്ക് അതിനനുസരിച്ചുള്ള രീതിയിലും ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇപ്പോൾ വെറുതെ ഇട്ട് കൊടുക്കല്ല, അതൊരു ജീവാമൃതം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെടികൾക്ക് ചേർക്കാൻ പോണത്. അപ്പോൾ ഇത് എല്ലാ തരം വിളകളിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇട്ടത് അതേ അളവിൽ കടലപ്പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇട്ട അതേ അളവിലാണ് ഞാൻ കടലപ്പിണ്ണാക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ കടലപ്പിണ്ണാക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ചെടികളിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല, ഇട്ട് കൊടുക്കലുമില്ല. കാരണം എറുമ്പ് പെറുക്കിയും കൊണ്ട് പോയാൽ ചെടികൾക്ക് ഒരു കടലപ്പിണ്ണാക്കം കിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അതേ അളവിൽ തന്നെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എടുത്ത അതേ അളവിൽ തന്നെ ചാണകമാണ് ഇട്ട് എടുക്കുന്നത്. നമ്മൾ പച്ച ചാണകമാണ് എടുക്കേണ്ടത്. അപ്പം അങ്ങനെ ജീവാമൃതത്തിനുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഇതാ ചേർത്തിട്ടുണ്ട്. ബക്കറ്റ് നമ്മൾ ഇത്ര വൃത്തിയുള്ള ബക്കറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കലക്കാൻ വേണ്ടി മാത്രമേ ഈ ബക്കറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഈ നൈസായി ഈ ബക്കറ്റ് അങ്ങോട്ട് മാറ്റും കേട്ടോ. കാരണം നമുക്ക് ഒരു 5 ദിവസമെങ്കിലും ഇത് വെയിറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ വേറെ ബക്കറ്റാണ് നല്ലത്. പിന്നെ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ചേർക്കാൻ ഉള്ളത് ശർക്കരയാണ് കേട്ടോ. ശർക്കര നമ്മൾ ഏതൊരു ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോഴും ചേർക്കണം കേട്ടോ. അതിൻ്റെ നമ്മൾ എത്ര ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് ചേർത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇനി ഈ 3 എണ്ണം നമ്മൾ ചേർത്തിട്ടുണ്ട്. ചാണകം, വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒരേ അളവിൽ ചേർത്തിട്ടുണ്ട്, ബക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് പകുതിയോളം വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോണത്. നമുക്കിതൊരു 10 ദിവസം വെച്ചാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഒരു പ്രാവശ്യം ഒഴിക്കില്ലേ, ചെടികൾക്കൊക്കെ പ്രയോഗിക്കില്ലേ, പിന്നെ ബാക്കിയുള്ളത് നമുക്ക് മുറുകെ അടച്ച് എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് നല്ല വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഒരു കുഴപ്പമില്ല. അത് എത്ര ദിവസം പഴകിയാലും ഒരു കുഴപ്പവും വരില്ല. അതിനനുസരിച്ച് അതിൻ്റെ സൂക്ഷ്മാണുക്കളൊക്കെ കൂടി ഈ ഒരു ജീവാമൃതത്തിൻ്റെ അമൃത് കൂടിക്കൂടി വരികയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് ജീവാമൃതം തന്നെ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു പകുതിയോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 5 ദിവസമാണ് കേട്ടോ എടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ദിവസം അത് എടുത്ത് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. 2 പ്രാവശ്യമെങ്കിലും അത് എടുത്തൊന്ന് ഇളക്കി വെച്ചാലാണ് നമുക്ക് 5 ദിവസം ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി വെള്ളമൊഴിച്ച് മിക്സാക്കിയിട്ട് അതിലേക്ക് 2 അച്ച് ശർക്കര ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണ് ശർക്കര ചേർക്കണമെന്നല്ലേ, നമ്മൾ ഏത് ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോഴും ശർക്കര ചേർക്കലുണ്ട് അല്ലേ. അതെന്തിനാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ദുർഗന്ധം ഉണ്ടാവാതിരിക്കാൻ കേട്ടോ നമ്മൾ ശർക്കര ചേർക്കുന്നത്. പിന്നെ പുഴുക്കൾ വരാതിരിക്കാനും പിന്നെ അത് പെട്ടെന്ന് സെറ്റായി കിട്ടും ചെയ്യും. ഈ ചാണകമൊക്കെ ചേർക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ അപ്പം തന്നെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അല്ലേ, കടലപ്പിണ്ണാക്ക് പൊളിച്ചതും ഒക്കെ പാടയാവുമ്പോൾ.
അപ്പോൾ ആ ഒരു ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ ശർക്കര ചേർക്കുന്നത്. അപ്പോൾ ഏതൊരു ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോഴും നമുക്ക് കിച്ചൺ വേസ്റ്റൊന്നും പച്ചിലവളം എല്ലാം ഉണ്ടാക്കാം. പക്ഷെ അതിലൊക്കെ ഒരച്ച ശർക്കര 2 അച്ച ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമുക്ക് അതുകൊണ്ട് ഒരു ദോഷമില്ല കേട്ടോ. ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കണം ജൈവ സ്ലറിയും കൊണ്ട്. അപ്പം ഞാനിതാ ഇപ്പോൾ ഒന്ന് നല്ലോണം കലക്കിയിട്ട് എടുത്ത് വെക്കാൻ പോവുകയാണ്. 5 ദിവസം കഴിഞ്ഞിട്ടോ, ദിവസം ഞാനിതിങ്ങനെ ഇളക്കി വെച്ചിരുന്നു. അപ്പം ഇനി ഇത് 5ാമത്തെ ദിവസമാണ് ഇതാ എടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കാൻ പോണത് 5ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതാ പൊളിച്ച് നല്ലോണം ഇതായിട്ടുണ്ട്. ഇതിൻ്റെ തെളി ഡൈല്യൂട്ടാക്കി ഒഴിച്ചിട്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ശരിക്കും അങ്ങനെയാണ് ചെയ്യാമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്നത് നല്ലോണം കലക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നല്ലോണം മിക്സാക്കിയിട്ടാണ് എടുക്കാൻ പോണത്. ഇതിൽ നിന്ന് ഒരു കപ്പ് എടുക്കുകയാണെന്ന് വെച്ചാൽ ആ ബക്കറ്റിൽ എടുത്താൽ അതിൽ നിറച്ച് വെള്ളമൊഴിച്ച് ഡൈല്യൂട്ടാക്കിയിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പം ആദ്യം ഞാനൊരു പകുതി ഒഴിച്ചിട്ട് എടുത്ത് നോക്കുകയാണ് കേട്ടോ, പകുതി മതിയോന്ന്. അപ്പം അത് പോരാ തോന്നിയപ്പോൾ അതാ അതിൻ്റെ പകുതിയും കൂടി എടുക്കേണ്ടത്. അതായത് ഈ ഒരു ഡപ്പയ്ക്ക് ഞാൻ ഒരു ഡപ്പയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാ ചെടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രേ ആവശ്യമുള്ളൂ. ഇതിലിനി ഈ ബക്കറ്റ് നിറച്ച് വെള്ളമാക്കിയിട്ട് അത്രയും നേർപ്പിക്കണം നമ്മൾ. അത് നേർപ്പിക്കാതെ ഒഴിച്ചു കൊടുത്താൽ എന്താ വെച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം തന്നെ ഉണ്ടാവുള്ളൂ നമ്മുടെ ചെടികൾക്ക്. അപ്പം അതാണ്ടില്ലേ, ഇപ്പം അങ്ങനെ കലക്കിയിട്ട് വെള്ളം ഒഴിച്ചപ്പോഴും തെളി പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. മട്ടൊന്നും കാണാനില്ല. അപ്പം ഞാൻ എന്താ ചെറിയ തയ്യകളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമരക്ക കുട്ടന്മാരാണ് ഇതൊക്കെയും കുറേ ഉണ്ട്. ഒരു സൈഡിൽ മൊത്തം ഞാനിങ്ങനെ അമരക്ക വെച്ചിട്ടുണ്ട്. ഒരു 5-6 തൈയുണ്ട് കേട്ടോ. അതിലൊരു 3-4 മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് തുടങ്ങണം. നമ്മൾ മണ്ണൊക്കെ ഇളക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. എന്നാലാണ് നമ്മൾ ഈ ജീവാമൃതം ഒഴിക്കുമ്പോൾ അത് നേരെ ആ ചെടീൻ്റെ ചവിട്ടിക്ക് തന്നെ എത്തുള്ളൂ. അല്ലെങ്കിൽ അത് പരന്നങ്ങോട്ട് പോവില്ലേ. അപ്പോൾ അത് ഈ ഭാഗത്തൊക്കെ നിറയെ തക്കാളി തൈ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പോവാതെയാണ്, സൂക്ഷ്മതയോടെയാണ് അപ്പോൾ അത് മണ്ണ് നീക്കി കൊടുക്കണോ ഈ ജീവാമൃതം ഒഴിച്ചു കൊടുക്കണതും. ഇതൊക്കെ ഞാൻ പറിച്ച് മാറ്റി നട്ടിട്ടുള്ള ഒരു തക്കാളി തൈകളാണ്. കാരണം ഞാൻ തിരുമ്പണോടത്താവും കൊണ്ട് ഇതൊക്കെ സോപ്പ് വെള്ളം തട്ടിയിട്ട് അതിൻ്റെ ഇലയ്ക്കൊക്കെ ഭയങ്കര കേട് വന്നു. പിന്നെ പൂക്കളൊക്കെ കരിഞ്ഞു പോവാണ്, കായൊന്നും ഉണ്ടാവണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ സോപ്പ് വെള്ളം അങ്ങനെ തട്ടാനൊന്നും പാടില്ല. വേപ്പെണ്ണ എമൽഷനൊക്കെ ചേർക്കുമ്പോൾ സോപ്പ് ലൈനൊക്കെ ചേർക്കും, ശരിയാണ്. പക്ഷെ അല്ലാതെ ഇത് ഇലകളിലൊക്കെ തട്ടിയാൽ കണ്ടില്ലേ ഇല ചെറുതായി കരിയുന്നുണ്ട്. ഒരു കായ പോലും ഈ തക്കാളി ചെടിയിലൊന്നും ഉണ്ടായില്ല കേട്ടോ, 2 എണ്ണത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറിച്ച് കുഴിച്ചിട്ടത്. അപ്പോൾ നമ്മൾ ഇതാ ചെടികളുടെ മേലേക്കൊക്കെ തെളിച്ചു കൊടുക്കാം കേട്ടോ. തെളിച്ചു കൊടുക്കണേക്കാട്ടിലും നല്ലത് ഒന്നും കൂടി ഡൈല്യൂട്ട് ആക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് ഈ ജീവാമൃതം ഒരേ സമയം ജൈവ വളമാണ്, ജൈവ കീടനാശിനിയാണ്. അപ്പോൾ എല്ലാ ചെടികളുടെ ചുവട്ടിലും മണ്ണൊന്ന് ഇളക്കിയിട്ട് മാത്രമാണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ലൊരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതങ്ങനെ ചെടികളുടെ ചുവട്ടിൽ തന്നെ തങ്ങി നിന്നോളും. ഇതിൽ നമ്മൾ മെയിനായിട്ട് കടലപ്പിണ്ണാക്ക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പൊളിപ്പിച്ച കടലപ്പിണ്ണാക്ക് നേരെ കലക്കി ഒഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അതിൻ്റെ മട്ടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളർത്തിയെടുത്താൽ അത് അതിലുണ്ടായിട്ടുള്ള ആ സൂക്ഷ്മാണുക്കളുണ്ടല്ലോ, ഒരുപാട് സൂക്ഷ്മാണുക്കൾ ഉണ്ടാവും, അതൊക്കെ നശിച്ചു കൂട്ടോ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ അത് ഒഴിക്കണം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വെറുതെ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണ പോലെ ഉണ്ടാവുള്ളൂ ജീവാമൃതം എന്ന്. പിന്നെ നമുക്ക് പേരിട്ട് വിളിക്കാൻ പറ്റില്ല. മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഉൾഭാഗങ്ങളിൽ പാട പോലെ കെട്ടി നിന്നിട്ട് വേരുകൾക്ക് ആവശ്യമായ വായുസഞ്ചാരം ലഭിക്കാതെയൊക്കെ വരും. അതുകൊണ്ടാണ് തെളിനീര് നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തെളിനീര് ഊറ്റിക്കഴിഞ്ഞ ശേഷം വരുന്ന മട്ടുണ്ടല്ലോ, ആ മട്ട് നമ്മളെ ചെടികളുടെ ചുവട്ടിൽ മണ്ണ് നീക്കിയ ശേഷം ആ മട്ടൊക്കെ ഇട്ടിട്ട് മണ്ണ് മൂടി കൊടുത്താൽ അത് ചെടികളുടെ നല്ലൊരു വളമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ആ മട്ട് നമുക്ക് കളയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഗുണത്തിൽ തന്നെ വരുള്ളൂ. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.